ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 204 നീ കാച്ചിക്കൊടുക്ക് ഒക്കും. ഭാഗം 204 നീ കാച്ചിക്കൊടുക്ക് ഒക്കും ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ്റെ പിതാവായ കൊച്ചുവിളയിൽ മാടനാശാനും പൗടിക്കോണത്ത് കുഞ്ചുമാടനും ജ്യേഷ്ഠാനുജന്മാരായിരുന്നു. കുഞ്ചുമാടൻ്റെ മകൻ രാമൻ്റെ പത്നിക്ക് ഒരിക്കൽ ഒരു നേത്രരോഗമുണ്ടായി. കണ്ണ് ഉപ്പൻ്റെ കണ്ണുപോലെ ചുവക്കുകയും തടിക്കുകയും ചൊറിച്ചിൽ ഉണ്ടാവുകയും ചെയ്യുന്നതായിരുന്നു രോഗം. രാമൻ്റെ ഇളയ മകൻ നാരായണൻ വൈദ്യം പഠിച്ചവനായിരുന്നു. അതിനാൽ അയാൾ തന്നെ മാതാവിനെ ചികിത്സിച്ചു നോക്കി. പക്ഷേ ഫലമുണ്ടായില്ല. അതിൽ പിന്നെ നാരായണൻ മറ്റു ചില വൈദ്യന്മാരെ കൊണ്ടും ചികിത്സകൾ നടത്തിച്ചു. എന്നിട്ടും രോഗം അതുപോലെ തന്നെ മാറാതെ നിന്നു. ആ ഇടയ്ക്ക് ഗുരുദേവൻ വക്കത്ത് വേലായുധൻ നടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ അവസരത്തിൽ നാരായണൻ മാതാവിനെയും കൂട്ടി അവിടെ എത്തി. അപ്പോൾ അവിടം വലിയ ജനക്കൂട്ടമായി കഴിഞ്ഞിരുന്നു. നാരായണൻ ഗുരുദേവൻ്റെ അർദ്ധ സഹോദരപുത്രനായിരുന്നിട്ടും ആ ആൾക്കൂട്ടത്തിൽ പ്രത്യേകമായി യാതൊരു പരിഗണനയും ഗുരുദേവൻ കൊടുക്കുകയുണ്ടായില്ല. അതിനാൽ കുറച്ചു നേരത്തെ കാത്തുനിൽപ്പിന് ശേഷമേ നാരായണന് ഗുരുദേവനെ കാണുവാൻ സാധിച്ചുള്ളൂ. അപ്പോൾ നാരായണൻ തൻ്റെ അമ്മയുടെ കണ്ണിൻ്റെ രോഗവിവരത്തെപ്പറ്റി ഗുരുദേവനോട് പറഞ്ഞു. ഗുരുദേവൻ, നീ വൈദ്യനാണല്ലോ. നാരായണൻ: ഞാൻ ചില ചികിത്സയൊക്കെ നടത്തി നോക്കി, പക്ഷേ അതുകൊണ്ടൊന്നും ഗുണമുണ്ടായില്ല. ഗുരുദേവൻ നാരായണൻ്റെ അമ്മയുടെ കണ്ണിലേക്ക് ഒരു വട്ടം സൂക്ഷിച്ചു നോക്കിയ ശേഷം ഇങ്ങനെ പറഞ്ഞു: സാരമില്ല, നീരിറക്കമാണ്. അസനവിലാതി എണ്ണ കാച്ചി തേക്കണം. നീ കാച്ചിക്കൊടുക്ക് ഒക്കും. വീട്ടിലെത്തിയ ശേഷം നാരായണൻ ഗുരുദേവൻ കൽപ്പിച്ച പ്രകാരം അസനവില്ലാതി എണ്ണ അതിൻ്റെ പരുവം തെറ്റാതെ കാച്ചിയെടുത്തു. അത് 4-5 ദിവസം അമ്മയുടെ കണ്ണിൽ പുരട്ടിക്കൊടുത്തു. അതോടെ കണ്ണിൻ്റെ വീക്കവും ചൊറിച്ചിലും ചുവപ്പും മാറുവാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസമായതോടെ പൂർണ്ണമായും ആ രോഗം മാറി. അത് ഒരു വൈദ്യൻ എന്ന നിലയിൽ നാരായണനെ പ്രശസ്തനാക്കി. ഒരുപാട് രോഗികളുടെ രോഗം മാറ്റുവാനും അവർക്ക് ആശ്വാസം പകരുവാനും പിന്നീട് നാരായണന് സാധിച്ചു. അതെല്ലാം നീ കാച്ചിക്കൊടുക്ക് ഒക്കും എന്ന് ഗുരുദേവൻ അനുഗ്രഹിച്ചതിൻ്റെ ഫലമാണെന്ന് നാരായണൻ ഉറച്ചു വിശ്വസിച്ചു പോന്നു. ശരണമാകണേ 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 പരമസദ്ഗുരോ, രോഗദുരിതങ്ങൾ നീക്കി ഞങ്ങളെ എന്നും അവിടുന്ന് രക്ഷിച്ചിടണേ. ശരണമാകണേ 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 പരമസദ്ഗുരോ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 204 നീ കാച്ചിക്കൊടുക്ക് ഒക്കും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.